പാവപ്പെട്ട മലഗ്രാമമായ കാട്ടുകുളം. പകലിൽ പോലും അല്പം ഇരുണ്ടതുപോലെ തോന്നുന്ന ഗ്രാമം. അവിടെ ഒരു പുതിയ വീട്ടിലേക്ക് എത്തി താമസിക്കാൻ വന്നത് ബാലുവും ഭാര്യ ശരണ്യയും. വീട് വിലക്കുറവായിരുന്നു, പക്ഷേ ഗ്രാമക്കാർ അത് ശപിച്ച വീട് എന്ന് പറഞ്ഞിരുന്നു. ബാലു ചിരിച്ചു പറഞ്ഞു, പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. ആ രാത്രി മഴ പെയ്തു. വീട്ടിനുള്ളിൽ തണുപ്പ് നിറഞ്ഞു. അവർ ഉറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ശബ്ദം കേട്ടു. ഡുക്ക് ഡുക്ക് ഡുക്ക്. വീട്ടിന്റെ പിന്നിൽ നിന്ന്. ശരണ്യ ഭയപ്പെട്ടു. ബാലു, ആരോ നടക്കുന്നു. ബാലു വിളക്കെടുത്ത് പുറത്തു നോക്കി. ചെടികളിൽ കാറ്റിന്റെ താളം മാത്രം, പക്ഷേ മണ്ണിൽ നനഞ്ഞ കാൽപ്പാടുകൾ. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അവർ തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ വാതിലിന്റെ പിന്നിൽ ഒരുപാട് തണുത്ത ഒരു കാറ്റടിച്ചു. അവിടെ ഒരാൾ നിൽക്കുകയായിരുന്നു. മുടി മുഖം മൂടി, വെള്ള ചുരിദാർ, നിലത്ത് തൂങ്ങിയതുപോലെ കാലുകൾ. മുഖം ഒന്നുമില്ല, ഒരു ശൂന്യം. അവളുടെ ശബ്ദം മുഴങ്ങി. എന്റെ വഴിയിൽ ആരാ വന്നത്? ശരണ്യ നിലവിളിച്ചു. ബാലു അവളെ പിടിച്ച് പുറത്തേക്ക് ഓടി. ഗ്രാമവാസികൾ കേട്ടോടി. അവർ പറഞ്ഞു, അവൾ രാധയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ആഴത്തിലുള്ള കുഴിയിൽ വീണ് മരിച്ച പെൺകുട്ടി. അവളുടെ ആത്മാവ് രാത്രിയിൽ അതേ പാതയിൽ നടക്കും. അവളുടെ വഴിയിൽ ആരും നിൽക്കാൻ പാടില്ല. ബാലുവും ശരണ്യയും ഒരിക്കൽ പോലും പിന്നോട്ട് നോക്കാതെ ഗ്രാമം വിട്ടു. ഇന്നുവരെ മഴ വീഴുന്ന രാത്രിയിൽ ഗ്രാമക്കാർ പറയുന്നു, അവിടെ ഡുക്ക് ഡുക്ക് എന്ന കാൽപ്പാട് കേൾക്കാം. രാധ തന്റെ പാതയിൽ നടക്കുകയാണ്, ഒരിക്കലും നിർത്താതെ.